കാശിക്ക് പോവാണെന്ന് ഞാനങ്ങനെ വെറുതെ പറഞ്ഞതൊന്നല്ല കേട്ടോ, ശരിക്കും ഞാൻ കാശിക്ക് തന്നെ പോവുകയാണേ. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കണ്ണൂരിന്റെ ദക്ഷിണ കാശിയിലേക്ക്, അതായത് കൊട്ടിയൂർ മഹാദേവന്റെ മണ്ണിലേക്ക് കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ കൊട്ടിയൂർക്ക് പോകാൻ തുടങ്ങിയത് മുതൽ എനിക്ക് ഓരോരോ തടസ്സങ്ങളായിരുന്നു. തട്ടാമല എത്തിയപ്പോഴേക്കും വീണ്ടും വണ്ടി കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുക്കുവിനെ വിളിച്ചിട്ട് അവനാണ് എന്നെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടത്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ പണിയൊക്കെ നല്ല തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ നല്ല അടിപൊളി ഒരു ഹൈടെക് റെയിൽവേ സ്റ്റേഷനായിട്ട് മാറുകയാണ് നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നീ കുറച്ച് നേരം വായി നോക്കി നിന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ. കൊല്ലത്ത് നിന്ന് വൈകിട്ട് 4:55 പുറപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് ഞാൻ കണ്ണൂർക്ക് പോകുന്നത്. എൻ്റെ പൊന്നെ, ഇന്നലെ ഞാൻ ഈ ടിക്കറ്റ് എടുക്കാൻ പെട്ട പാടൊന്ന് വേറെ തന്നെയായിരുന്നു. എൻ്റെ IRTCയിൽ ഇതാണെങ്കിൽ ഒരു വിധത്തിൽ ലോഗിൻ ആവുന്നില്ല. പിന്നെ ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചു, കുറേ അറിയാവുന്ന ആൾക്കാരൊക്കെ വിളിച്ചു. അവസാനം കാവ്യനെ വിളിച്ചിട്ട് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വഴിയാട്ടോ എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഈ കൊട്ടിയൂർ യാത്ര പ്ലാൻ ചെയ്തത് മുതൽ എനിക്ക് ഓരോരോ തടസ്സങ്ങളാണെന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് പ്ലാൻ ചെയ്ത ഒരു കാര്യങ്ങളും നടക്കാറില്ല. 8 പിടിയെന്ന് പറഞ്ഞിട്ടാട്ടോ എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നടക്കാറുള്ളത്. ഇന്നലെ ഞാൻ ഈ എടുത്ത ടിക്കറ്റ് പോലും ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്നായിരുന്നു കേട്ടോ ഈ യാത്ര തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ജൂൺ 4-ാം തീയതി ഇതേ വന്ദേ ഭാരതിൽ ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തതായിരുന്നു കേട്ടോ. പിന്നീടാണ് എനിക്ക് വയ്യാതായിട്ട് ആ ടിക്കറ്റ് എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ നമ്മുടെ സീറ്റൊക്കെ പിടിച്ചിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമുക്കുള്ള ഈവനിങ് സ്നാക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊള്ളാമല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ബാഗിൽ ഇങ്ങനെ ഇവർ സ്നാക്സ് കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നത്. ഇതിന് മുന്നേ ഒക്കെ ഇവർ മറ്റേ ട്രെയിലായിരുന്നു കേട്ടോ സ്നാക്സ് വന്നുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ കുറച്ച് നാളായി യാത്ര ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ട്രെയിനാണ് കേട്ടോ വന്ദേ ഭാരത് എന്ന് പറയുന്നത്. കുറച്ച് എക്സ്പെൻസീവാണ് എങ്കിലും ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഇത്രയും കംഫർട്ടായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ സ്നാക്സ് കൊണ്ട് തന്നു കഴിഞ്ഞതിന് ശേഷം അവർ നമുക്ക് പിന്നെ ഹോട്ട് വാട്ടർ കൊണ്ട് തരും കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതേപോലെ നമുക്ക് കോഫിയോ, ചില സമയത്ത് കോഫി ആയിരിക്കും, ചില സമയത്ത് ടീയുടെ പൗഡർ ആയിരിക്കും, ഇതേപോലെ ഇൻസ്റ്റൻ്റായിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന അതുകൊണ്ട് തരും. അപ്പോൾ അത് നമ്മൾ അതിൽ പൊട്ടിച്ചിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചില സമയത്തുള്ള ടീ കോഫിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് ഇരുന്ന് കഴിക്കാനായിട്ട്. പക്ഷേ ഇന്നത്തെ കോഫി എനിക്ക് അങ്ങോട്ട് അത്ര പിടിച്ചിട്ടില്ല, ഒരു ഓക്കെ ഫീല്. പിന്നെ ഈ പാക്കറ്റിനകത്ത് ഉഴുന്നുവടയായിരുന്നു കേട്ടോ. ഉഴുന്നുവടയല്ല, പരിപ്പ് വട. എടുത്തപ്പോൾ തന്നെ ചെറിയൊരു ഹാർഡ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടായിരിക്കത്തില്ല, ഇപ്പോൾ ഈ മഴയൊക്കെ അല്ലേ, അപ്പോൾ ഒരു തണുപ്പും എല്ലാം കൂടെ കൊണ്ട് ചെറിയൊരു ഹാർഡായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അതും അത്ര അങ്ങോട്ട് വലിയ ടേസ്റ്റായിട്ട് തോന്നില്ല. ഒരു ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഫുള്ള് കഴിച്ചിട്ടില്ല, കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ മിക്സറും ഉണ്ടായിരുന്നേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മിക്സറിനെ. ഒരു ഇത്തിരി വലിപ്പം കൂടുതലുണ്ടെന്ന് ചോദിച്ചാൽ അതും അടിപൊളിയായിരുന്നേ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ പൈനാപ്പിൾ കൊണ്ടിട്ടുള്ള അലുവയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനങ്ങനെ അലുവ ഫാനല്ല, എനിക്കങ്ങനെ അലുവ അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷേ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പൈനാപ്പിളിൻ്റെ അലുവ. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേക്കും നമുക്കുള്ള ഡിന്നർ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെച്ചായിരുന്നു സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. പുലാവും, തൈരും, 2 കുഞ്ഞു പൊറോട്ടയും, പിന്നെ ഗ്രീൻ പീസിൻ്റെ ഒരു മസാലക്കറി, പിന്നെ അല്ലാതെ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൈ. ഇത്രയായിരുന്നു കേട്ടോ എനിക്ക് ഡിന്നറിന് ഉണ്ടായിരുന്നത്. പിന്നെ പായസം കൂടി ഉണ്ടായിരുന്നേ സ്വീറ്റായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ. ടാറ്റാ.